ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 തേർഡ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടുമോ? അതല്ല എങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു കോളേജിൽ പോയി നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകും. അതായത് ഫസ്റ്റ് ഓപ്ഷനോ സെക്കൻഡ് ഓപ്ഷനോ ആയിരിക്കില്ല, തേർഡോ ഫോർത്തോ ഫിഫ്ത്തോ അല്ലെങ്കിൽ 10th ഒക്കെ കിട്ടിയ കോളേജുകളിൽ സെക്കൻഡ് അലോട്ട്മെന്റ് മെമ്മോ പ്രകാരം പോയി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകും. നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്, തേർഡ് അലോട്ട്മെന്റ് എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും, ഇനി എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്? അപ്പോൾ മക്കളെ, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, നമ്മൾ ഒരു വർഷം ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നടക്കണമെന്നില്ല. കാരണം കീമിന്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ പല വർഷങ്ങളിലും തേർഡ് അലോട്ട്മെന്റ് ഇല്ലാതിരുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനർത്ഥം ഈ വർഷം തേർഡ് അലോട്ട്മെന്റ് ഇല്ല എന്നല്ല, ഇത്തവണ നമുക്ക് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. സാധാരണ സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ട് പിന്നീടും ഈ വേക്കൻസിയും അതുപോലെ തന്നെ ബാക്കി സീറ്റ് ഫില്ലിംഗ് ഒക്കെ വരുമ്പോൾ രണ്ട് വ്യത്യസ്ത രീതിയിൽ അതിനെ ചെയ്യാറുണ്ട്. ഒന്ന് തേർഡ് അലോട്ട്മെന്റും കൂടി നടത്താറുണ്ട്. അതും കഴിഞ്ഞിട്ട് ക്ലാസ്സുകൾ പൂർണ്ണമായ തോതിൽ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഓരോ കോളേജുകളിലും വരുന്ന വേക്കൻസിയും അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ അഡ്മിഷന് സമയത്ത് വരുന്ന വിടവുകളൊക്കെ നിർത്താൻ സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ് എന്ന രീതിയിൽ നടത്താറുണ്ട്. അപ്പോൾ ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്, വൈകിപ്പോയിട്ടില്ല. ചെറിയ റാങ്ക് വ്യത്യാസത്തിന്റെ ഒക്കെ പേരിൽ കാറ്റഗറി ലിസ്റ്റിൽ ഉണ്ടായിട്ടും അഡ്മിഷൻ കിട്ടാത്തവർക്ക് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ലിസ്റ്റിൽ വരാത്തവർക്ക് ഇനിയും ഒരുപക്ഷെ തേർഡ് അലോട്ട്മെന്റും അത് കഴിഞ്ഞ് സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റും ഒക്കെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സീറ്റ് കിട്ടുമെന്ന ആ ഒരു ശുഭവിശ്വാസം കളയേണ്ടതില്ല. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ റാങ്കും ലാസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റിൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സെക്കൻഡ് അലോട്ട്മെന്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന റാങ്കുമായിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. മീൻസ് എത്രത്തോളം മാർജിനൽ ഡിഫറൻസ് ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഹോപ്പ് വയ്ക്കാം എന്നുള്ളതാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന തരത്തിൽ നിങ്ങൾ കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണ് എങ്കിൽ നിങ്ങളെല്ലാം പഠിച്ച് സ്ട്രേ വേക്കൻസി കഴിയുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരമുണ്ട്. അതാണ് സ്പോട്ട് അഡ്മിഷൻ. സ്പോട്ട് അഡ്മിഷൻ സാധാരണ ഞാൻ ഈ പറയുമ്പോൾ ഗവൺമെന്റ് കോളേജുകൾക്കാണ് ആപ്ലിക്കബിൾ എന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങളൊരു മാനേജ്മെന്റ് സീറ്റിലൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ അവിടുത്തെ NOCയും പ്രിൻസിപ്പലിന്റെ അപ്രൂവലൊക്കെ വേണം. അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒരു സ്പോട്ട് അഡ്മിഷനിലേക്ക് പങ്കെടുക്കാൻ. അതായത് ഇപ്പോൾ CETയിൽ ഇത്ര ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ECക്ക് ഇത്ര ഒഴിവുണ്ട്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ അത് ഇടുകയാണ്. എന്നിട്ട് ഒരു 5 ഒഴിവാണെന്ന് ഇരിക്കട്ടെ, ഒരു സെൻട്രലൈസ്ഡ് പ്രൊസീജിയർ പോലെ ഫിസിക്കലി ഒരു ഡേറ്റും ഒരു സെന്ററും പറയാണ്, അല്ലെങ്കിൽ ഒരു 6 കോളേജുകൾക്ക് ചേർത്ത് ഒരു സെന്റർ പറയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ GC തൃശ്ശൂർ പറയാം. അപ്പോൾ നിങ്ങൾ ഫിസിക്കലി അവിടെ പ്രസന്റ് ആവുകയും അവിടെ പ്രസന്റ് ആകുന്നവരിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് കീം റാങ്കും ബാക്കി ഈ പറയുന്ന റിസർവേഷനും ഒക്കെ പരിഗണിച്ചുകൊണ്ട് സീറ്റ് പിടിച്ചോ. പെട്ടെന്നുള്ളൊരു പരിപാടിയാണ്. സ്പോട്ടായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന. അപ്പോൾ ഓൾറെഡി വേറൊരു കോളേജിലെടുത്ത് മറ്റൊരു കോളേജാണ് അവിടെ കിട്ടുന്നതെങ്കിൽ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KTUവിന്റെ അണ്ടറിൽ തന്നെ നിങ്ങൾ ഇഷ്ടമില്ലാത്തൊരു ബ്രാഞ്ച് നിങ്ങളിപ്പോൾ പഠിച്ചു, ഇനി ഒരു വഴിയില്ല, സ്പോട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ബ്രാഞ്ച് മാറ്റി കിട്ടിയില്ല, ഓക്കെ, എങ്കിൽ ഫസ്റ്റ് ഇയറിന് ശേഷം S1ഉം S2വിനും ശേഷം നിങ്ങൾക്ക് ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാനുള്ള ബ്രാഞ്ച് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതും പോരാഞ്ഞിട്ട് S3ക്ക് മുന്നേ, അതായത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോളേജ് ട്രാൻസ്ഫർ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ എനിക്കറിയാം കീം സ്റ്റുഡൻസിന് മുന്നിൽ തേർഡ് അലോട്ട്മെന്റ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഡൗട്ടാണ്. പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കോളേജ് കിട്ടിയവർക്കും ഇതുവരെ അഡ്മിഷൻ കിട്ടാത്തവർക്കും ഇനിയും അവസരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. സോ അത് ഉപകാരപ്രദമാകും. നിങ്ങൾ അത്തരത്തിലൊരു ശുഭാപ്തി വിശ്വാസം കളയേണ്ടതില്ല. ബാക്കപ്പ് ഓപ്ഷൻ അല്ലാത്തവരാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ മാർജിനൽ ഡിഫറൻസ് വളരെ കൂടുതലാണ് എങ്കിൽ ബാക്കപ്പ് ഓപ്ഷൻസ് കൂടി നോക്കുക. സമയം കുറച്ച് ലേറ്റ് ആണെന്ന് പറയേണ്ടി വരും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് വെച്ചോ. KTUവിന്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഓൺ ദ വേ ആണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് വരും. All the best.